നമസ്കാരം. എലിസ്റ്റ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അറ്റ്ലാന്റയിൽ നിന്നും ഷൈനി അബൂബക്കർ. താരങ്ങളോ താരപ്പകിട്ടോ താരപ്പൊലിമയോ ഇല്ലാതെ നമ്മുടെ ഇടയിൽ നിന്നും വരുന്ന ഒരുപിടി കലാകാരന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് എലിസ്റ്റ മീഡിയ നടത്തുന്ന സംഗീതമേഘം ഇതിനകം തന്നെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഈ വാരത്തിലെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എലിസ്റ്റ മീഡിയ സംഗീതമേഘത്തിൻ്റെ 188ാമത്തെ എപ്പിസോഡിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ വിഷ്ണുവാണ്. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച എല്ലാ ഭാരവാഹികളോടും നന്ദി ആദ്യമേ അറിയിക്കട്ടെ. എൻ്റെ പേര് വിഷ്ണു. ഞാൻ കോയമ്പത്തൂരിലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ കുറച്ച് പാട്ടുകളുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ ലൈവ് കൂടിയാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ കമൻറ്റിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും വേണം. അങ്ങനെ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, സ്വാഗതം വിഷ്ണു പി ഞങ്ങൾ നടത്തിയ സിംഗിങ് കോമ്പറ്റീഷനിൽ ആർക്കും പാടാം എന്ന സിംഗിങ് കോമ്പറ്റീഷനിൽ 100ഓളം മത്സരാർത്ഥികളിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകനാണ്. കോയമ്പത്തൂരിൽ നിന്നും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് പാട്ടുകൾ അവതരിപ്പിക്കാനായി ഇന്ന് 188ാമത്തെ എപ്പിസോഡിൽ ഒരുപാട് ഗായകർ എലിസ്റ്റ മീഡിയയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് പുതിയ വളർന്നു വരുന്ന ഗായകരെ പരിചയപ്പെടുത്തി മുന്നോട്ട് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗീതമേഘം, അതേപോലെ എല്ലാ ലൈവുകളിലും നമ്മളുടെ ലൈവ് കാണാനും പുതിയ ഗായകരെ കേൾക്കാനുമായിട്ട് വരുന്ന ഒരുപാട് പ്രേക്ഷകർ, അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷ്ണുവിനെയും അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വിഷ്ണുവിൻ്റെ പ്രേക്ഷകർ, അതായത് വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കൾ, വിഷ്ണുവിൻ്റെ റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരെല്ലാവരും ഈ എലിസ്റ്റ മീഡിയ പേജ് ലൈക്ക് ചെയ്യുക. ഇനിയും ഒരുപാട് പുതിയ ഗായകരെ ഈ പ്ലാറ്റ്ഫോമിലൂടെ പരിചയപ്പെടുത്തി തരും. നിങ്ങളായിരിക്കണം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പോൾ വെൽക്കം ടു എലിസ്റ്റ മീഡിയ സംഗീതമേഘം 188ാമത്തെ എപ്പിസോഡ്. വിഷ്ണു, ഓവർ ടു യു. അപ്പോൾ നമുക്ക് ആദ്യത്തെ സോങ്ങിലേക്ക് കിടക്കാം. ആദ്യത്തെ പാട്ട് 1972 ചെമ്പരത്തി എന്ന സിനിമയിലെ വയലാർ രാമവർമ്മ എഴുതിയ, സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ, കെ ജെ യേശുദാസ് സാർ പാടിയ ചക്രവർത്തിനി എന്ന സോങ്ങാണ്. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും, പഞ്ചലോഹമണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും, ചൈത്രപത്മദള മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി
കനകേന്ദു കലച്ചുറ്റിലും കനക പാരിജാതമലർത്തൂകും ശില്പകന്യകകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും കാമമോഹിനികൾ നിന്നെയൻ ഹൃദയ കാവ്യലോക സഖിയാക്കും മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും നിന്നെ മൂടും ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ ചക്രവർത്തിനി. ഓക്കെ, നന്നായിട്ട് പാടി. അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത സോങ് ചന്ദനമണിവാതിൽ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ജി വേണുഗോപാൽ സാർ പാടിയത്. മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ, വരികൾ ഏഴാഞ്ചേരി രാമചന്ദ്രൻ മാസ്റ്റർ. സിനിമ 1988 റിലീസ് ചെയ്ത മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ ഗാനം. അതെ, രചന ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രൻ. പാട്ടിലേക്ക് പോകാം. ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമീ സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ
നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ. നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ. മായാവിരലുകൾ തൊട്ടാൽ മലരുന്ന മാദകമൗനങ്ങൾ നമ്മളല്ലേ. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കേ. ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കി എന്തായിരുന്നു മനസ്സിൽ. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി. ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കി എന്തായിരുന്നു മനസ്സിൽ. താങ്ക് യു. ഒരു ഷോർട്ട് ബ്രേക്ക്. എലിസ്ഡ മീഡിയയുടെ സംഗീത മേഘത്തിലേക്ക് വീണ്ടും സ്വാഗതം. കമൻറ്റുകളെല്ലാം വായിച്ചു, സന്തോഷിക്കുന്നു. തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പോവാം. അടുത്തതായി ഞാൻ പാടുന്നത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ജോൺസൺ മാസ്റ്റർ ഇനം നൽകിയ കൈതപ്രത്തിൻ്റെ വരികൾക്ക് യേശുദാസ് സാർ പാടിയ ദേവാങ്കണങ്ങൾ എന്ന ഗാനം. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ
ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയായി നവനീത ചന്ദ്രനും സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയായി നവനീത ചന്ദ്രനും ചൈത്രവേണുവൂതും ചൈത്രവേണുവൂതും മധുമന്ത്ര കോകിലങ്ങളും മേളമേകുമിന്ദ്രനീല രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ സഗഗ സഗമപ മദപമപമ മദനി സനിദഗ മദനിദമ സഗമദമഗ സനിദ പദനിസ പമഗ ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ വരവല്ലകി തേടും വരവല്ലകി തേടും വിരഹാദ്ര പഞ്ചമങ്ങൾ സ്നേഹസാന്ദ്രമാകുമീ വേദിയിൽ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ
താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി താങ്ക് യു. ഓക്കെ, അടുത്ത പാട്ട് ഏതായിരുന്നു? അടുത്ത ഗാനം ജോൺസൺ മാസ്റ്റർ തന്നെ മറ്റൊരു പാട്ടാണ്. കൈതപ്രത്തിൻ്റെ വരികൾ KJ യേശുദാസ് പാടിയ മധുരം ജീവാമൃത ബിന്ദു എന്ന ഗാനം. ചെങ്കോൽ എന്ന സിനിമയിലെ മധുരം ജീവാമൃത ബിന്ദു. മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ താന്തമാണെങ്കിലും താന്തമാണെങ്കിലും പാതിരാക്കാറ്റിലും വാടാതെ നിൽക്കുമെൻ്റെ ദീപകം പാടുമേ സ്നേഹരൂപകം പോലെ മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു. ചിതോ വികാരമേ നിറയൂ വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ ആതിരാത്തെന്നലിൻ നിഹാരബിന്ദു ചൂടുവാൻ
ചെയ്തോ വികാരമേ നിറയൂ വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ ആദിരാതെന്നലിൻ നിഹാരബിന്ദു ചൂടുവാൻ താന്തമാണെങ്കിലും താന്തമാണെങ്കിലും സ്വപ്നവേഗങ്ങളിൽ വീഴാതെ നിൽക്കുമെൻ്റെ ചേതന നിൻവിരൽ പൂതൊടുമ്പോഴെൻ നെഞ്ചിൽ മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു. ഓക്കെ, നന്നായി. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. വെൽക്കം ബാക്ക്. കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്, തുടർന്ന് വായിക്കുക. അതുപോലെ തന്നെ പേജും ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക. തുടർന്ന് അഭിപ്രായങ്ങൾ പോരട്ടെ. അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് പോവാം. അടുത്തതായി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിലെ ONV സാറുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ KJ യേശുദാസ് സാർ പാടിയ മെല്ലെ മെല്ലെ എന്ന ഗാനം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി
മുഖപടം തെല്ലൊതുക്കി. ഒരു മിന്നാമിനും നിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാമിനും നിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. പല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു. അടുത്ത ഗാനം. അടുത്ത ഗാനത്തിലേക്ക് പോകാം. അടുത്തത് ശേഷം കാഴ്ചയിൽ എന്ന സിനിമയിലെ ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ കോന്നിയൂർ ബാസാറുടെ വരികളാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകനും നമ്മെ ഇപ്പോൾ അടുത്ത് വിരിഞ്ഞു പോയതുമായ പി ജയചന്ദ്രൻ സാറിൻ്റെ ഒരു ഗാനം കൂടിയാണ്. ഇത് നിങ്ങൾ കേട്ടുണ്ടാവുക ജാനകി വെർഷൻ ആയിരിക്കാം. ഞാനിവിടെ പാടുന്നത് ജയചന്ദ്രൻ സാറിൻ്റെ ഒരു വെർഷനും കൂടിയാണ്. അപ്പോൾ നമുക്ക് പോവാം. മലയാളികളുടെ പ്രിയങ്കരനായ ഭാവഗായകൻ ജയേട്ടൻ പി ജയചന്ദ്രന് ഈ ഗാനം നമ്മൾ സമർപ്പിക്കുന്നു. വിഷ്ണു മോഹം കൊണ്ടു ഞാൻ എന്ന ഗാനം ഇവിടെ ആലപിക്കുന്നു. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി. വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി. വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണ്ണത്തേരേറി
തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. മണ്ണിൽ പൂക്കും മേളം രാഗഭാവം താലമേന്തി തുമ്പികളായി പാറി മണം തേടി ഊയലാടി. മണ്ണിൽ പൂക്കും മേളം രാഗഭാവം താലമേന്തി തുമ്പികളായി പാറി മണം തേടി ഊയലാടി. നാറും പുഞ്ചിരിപ്പൂവായി സ്വപ്ന കഞ്ചുകം ചാർത്തി ആരും കാണാതെ നിന്നപ്പോൾ സംഗമ സായോജ്യം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. ജയേട്ടൻ്റെ പ്രിയപ്പെട്ട മകൾ ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം, കുറേ ഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണ് ഈ മോഹം കൊണ്ട് ഞാൻ എന്ന് ലക്ഷ്മി ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, ജയേട്ടന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. വെൽക്കം ബാക്ക്. നമുക്കൊരു ജയേട്ടൻ്റെ പാട്ടുകൂടി കേട്ടാലോ. പണി തീരാത്ത വീട് എന്ന സിനിമയിലെ വയലാർ സാർ എഴുതിയ MS വിശ്വനാഥൻ സാറിൻ്റെ സംഗീതം, സുപ്രഭാതം, നീലഗിരിയുടെ എന്ന ഗാനം. ഈ പ്രകൃതിയെക്കുറിച്ച് ഇത്രയും ഭംഗിയായി പാടിയ വേറൊരു ഗായകനില്ല എന്നാണ് കവികളും അതുപോലെ ഈ ലേഖനങ്ങൾ എഴുതുന്നവരും പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരുപാട് പാട്ടുകൾ, മലയാള ഭാഷതൻ, അതുപോലെ നീലഗിരിയുടെ സഖികളെ, അതുപോലെ എത്രയോ പ്രകൃതിയെയും ഹരിതാഭയെയും എന്താന്ന് പറയുക, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതിയ പാട്ടുകളിൽ മിക്കവാറും പാട്ടുകളെല്ലാം ജയേട്ടനാണ്. കേരനിരകളാടും, അതുപോലെ ഒരുപാട് പാട്ടുകൾ. അപ്പോൾ ഇപ്പോൾ എന്താ ചുരുക്കത്തിൽ ജയേട്ടന് മരണമില്ല. ഇപ്പോൾ വിഷ്ണു വന്നപ്പോൾ തന്നെ അതിൽ വിഷ്ണു 2 പാട്ട് ജയേട്ടൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ
ഇൻസിഡൻ്റലി അറിയാതെ വരുന്നതാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അതാണ് എന്നും ജയേട്ടൻ നമ്മുടെ കൂടെ എല്ലാവരുടെ കൂടെയും ഉണ്ട്. പാട്ടിലേക്ക് പോവാം. സുപ്രഭാതം 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 സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയിയാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജനക്കല്ലുകൾ മീനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, അഞ്ജനക്കല്ലുകൾ മീനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ മന്ദിരമേ മന്ദിരമേ, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ നാലുകെട്ടിൻ്റെ പടിപ്പുരമുറ്റത്തു ഞാനെൻ്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാ ഓഹോ ആഹാ. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. ആയിരം താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി, ആയിരം താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ സരോവരമേ, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ, നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്തു ഞാനെൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ. ആഹാ ഓഹോ ആഹാ. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയിയാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അടുത്ത പാട്ട്. അടുത്ത ഗാനം ഒരു സലീൽ ചൗധരിയുടെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഹിറ്റ് സോങ് ആണ്. ONV സാറിൻ്റെ വരികളാണ്, KJ യേശുദാസ് സാർ പാടിയ പ്രതീക്ഷ എന്ന സിനിമയിലെ ഓർമ്മകളെ കൈവള ചാർത്തി എന്ന ഗാനം.
ഓർമ്മകളെ ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിഭഞ്ചികൾ പാടുന്നു അകലെയാണോ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിഭഞ്ചികൾ പാടുന്നു അകലെയാണോ. വിഷാദരാഗങ്ങളിൽ വിരുന്നുകാരായി ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. വിദൂര തീരങ്ങളെ അവളെ കണ്ടു. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. താങ്ക് യു. ഓക്കെ, ഒരു ബ്രേക്ക്.
വെൽക്കം ബാക്ക്. അടുത്തത് നമുക്ക് കുറച്ച് പുതിയ പാട്ട് കേൾക്കാം. കുറച്ച് പുതിയത് ഔസേപ്പച്ചൻ സാറിൻ്റെയും വയലാർ ശരത്ചന്ദ്രവർമ്മയുടെയും കൂട്ടുകെട്ടിലുള്ള ഗാനമാണ്. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലെ അടലിൻ്റെ ആഴങ്ങളിൽ എന്ന ഗാനം നിഖിൽ മാത്യുവാണ് പാടിയിരിക്കുന്നത്. ആ പാട്ട് ഞാനിപ്പോൾ പാടാം. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്ന ജീവൻ്റെ പിറയായ നീ. അന്നെൻ്റെ ഉൾചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എൻ്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ. എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, പോകൂ വിഷാദരാവേ എന്നിദ്രയെ പുണരാതെ നീ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. പണ്ടെൻ്റെ ഈണം നീ മൗനങ്ങളിൽ, പതറുന്ന രാഗം നീ എരിവേനലിൽ. അത്തരായി നീ പെയ്യും നാൾ ദൂരയായി, നിലവിട്ട കാറ്റായി ഞാൻ മരുഭൂമിയിൽ. പൊൻകൊലുസു കൊഞ്ചുമാ നിമിഷങ്ങളെന്നുള്ളിൽ കിലുങ്ങിടാതെ ഇനി വരാതെ നീ എങ്ങോ പോയി.
അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ഇരുൾ ജീവനെ പൊതിഞ്ഞു ചെയ്തൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. താങ്ക് യു. ഓക്കെ, ഇത് ഞാൻ നമ്മുടെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിഖിലിന് അയച്ചു കൊടുക്കാം. എന്നിട്ട് നിഖിൽ എന്താണ് അഭിപ്രായം പറയണമെന്നുള്ളത് ഞാൻ അറിയിക്കാം കേട്ടോ. എൻ്റെ അടുത്ത ഒരു മോനെ പോലെയുള്ള ഒരു ഗായകനാണ് നിഖിൽ. ഓക്കെ, ഞാൻ അവന് അയച്ചു കൊടുക്കാം. റെഡി. അപ്പോൾ നമുക്കിതിൽ ഒരു ബ്രേക്ക് എടുക്കാം. വെൽക്കം ബാക്ക്. ഇത് എൻ്റെ ലാസ്റ്റ് സോങ് ആണ്. ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി. ഇത് ഗജനി എന്ന സിനിമയിലെ ഒരു അടിച്ചുപൊളിപ്പാട്ടാണ്. ഹാരിസ് ജയരാജൻ്റെ മ്യൂസിക്കിലുള്ള ഒരു മാല ഇളവയിൽ നേരം കാർത്തിക് പാടിയ പാട്ട്. നമുക്ക് ഈ പാട്ടോടുകൂടി ഈ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കാർത്തിക്കിൻ്റെ ആ കാലത്ത് എപ്പോഴായിരുന്നു? 2007 എന്ന്. 2007 കാർത്തിക് പാലക്കാട് ഒരു ഫാൻറ്റസി പാർക്കിൽ വന്നപ്പോൾ അതിലെൻ്റെ മോനും കാർത്തിക്കും കൂടിയായിട്ട് ഈ പാട്ട് അവിടെ അവതരിപ്പിച്ചു. അതായത് ഇതിൻ്റെ സെക്കൻഡ്സും മറ്റുള്ള സംഭവങ്ങളും ആദ്യത്തെ റോ എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അജയാണ് പാടിയത്. അജയ് പാടി രണ്ടാളും കൂടി തിരിച്ചു വന്നപ്പോൾ കാർത്തിക് ചോദിച്ചു മോനോട്, തമ്പി ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയുമോ ചോദിച്ചു. എനിക്കും അറിയില്ല, അതായത് കാർത്തിക്കിനെ അറിയില്ല അത്രേ. അപ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവനന്ന് 16 വയസ്സാണ്. അപ്പോൾ അവൻ പറഞ്ഞു, വളരെ കൂളായിട്ട് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പാട്ട് കേട്ടിട്ട് അടിപൊളിയായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി, നമ്മൾ രണ്ടാളിലും എന്തോ സാമ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു പുള്ളി അന്ന് തമിഴിൽ. അത് ഞാൻ കേൾക്കാനിടയായി. അങ്ങനെ ഒരു ഓർമ്മ വരികയാണ്. 2007 സൂപ്പർ സ്റ്റാർ അമൃത കഴിഞ്ഞ ഉടനെ അതിലുള്ള 5 പാട്ടുകാരെ ഫാൻറ്റസി പാർക്ക് പാലക്കാട് വലിയൊരു വേദിയിലായിരുന്നു ആ പ്രോഗ്രാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ എലിസ്ഡ മീഡിയ ലൈവിലേക്ക് 188ാമത്തെ എപ്പിസോഡിൽ കോയമ്പത്തൂരിൽ നിന്നും വിഷ്ണു വന്ന് കുറച്ച് നല്ല നല്ല പാട്ടുകൾ എല്ലാവർക്കും വേണ്ടി കേൾപ്പിച്ചു തന്നു. വളരെ നന്ദിയുണ്ട്. ഓൺ ബിഹാഫ് ഓഫ് എലിസ്ഡ മീഡിയ, താങ്ക് യു വെരി മച്ച് വിഷ്ണു. വീണ്ടും വരിക, കുറേയും കൂടെ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് കുറേ കൂടെ പാട്ടുകളൊക്കെ എടുത്തുകൊണ്ട് ഒരു 3-4 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞാൽ നമുക്കൊരു യുഗ്മഗാനമാക്കാം. യുഗ്മഗാന ലൈവ് ഒരു എപ്പിസോഡാക്കാം. അതിൽ കോയമ്പത്തൂരിൽ ഉള്ള ഒരു ഫിമെയിൽ സിംഗറേയും കൂടി വന്നിട്ട് നിങ്ങളുടെ ഒരു സെഷൻ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം ഒരു 5-6 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ വളരെ നന്ദി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വ്യൂവേഴ്സ്.
மாலை இளவெயில் நேரம் அழகான இளையுதிர்காலம் ஒரு மாலை இளவெயில் நேரம் அழகான இளையுதிர்காலம் சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே அவள் அள்ளி விட்ட பொய்கள் நடுநடுவே கொஞ்சம் மெய்கள் இதனோரம் சிரிப்போடு கேட்டுக்கொண்டே நின்றேன் அவள் நின்று பேசும் ஒரு தருணம் என் வாழ்வில் சர்க்கரை நிமிடம் ஈர்க்கும் விசையை அவளிடம் கண்டேனே 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 ஒரு மாலை இளவெயில் நேரம் அழகான இளையுதிர்காலம் சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே பார்த்து பழகிய நான்கு தினங்களில் நடை உடை பாவனை மாற்றிவிட்டால் சாலை முனைகளில் துரித உணவுகள் வாங்கி ஒன்னும் வாடிக்கை காட்டிவிட்டாள் கூச்சம் கொண்ட தென்றலா இவளாயுள் நீண்ட பின்னலா உனக்கேற்ற அழக என்னை மாற்றிக்கொண்டனே ஒவ்வொரு மாலை இளவெயில் நேரம் அழகான இளையுதிர்காலம் சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே பேசும் அழகினை கேட்டு ரசித்திட பகல் நேரம் மொத்தமாய் கழித்தேனே தூங்கும் அழகினை பார்த்து ரசித்திட இரவெல்லாம் கண் விழித்து கிடப்பேனே பணியில் சென்றால் உன்முகம் என் மேலே நீராயிறங்கும் தலை சார்த்து பார்த்தாலே தடுமாறி போனேனே லாலல்லா 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 சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே அவள் அள்ளி விட்ட பொய்கள் நடுநடுவே கொஞ்சம் மெய்கள் இதனோரம் சிரிப்போடு கேட்டுக்கொண்டே நின்றேன் அவள் நின்று பேசும் ஒரு தருணம் என் வாழ்வில் சர்க்கரை நிமிடம் ஈர்க்கும் விசையை அவனிடம் கண்டேனே
ഓക്കെ വിഷ്ണു, നമ്മൾ ആദ്യ ഗാനം ഏതായിരുന്നു? ആദ്യ ഗാനം ചക്രവർത്തിനി എന്ന ഗാനം ഏതായിരുന്നു? സിനിമ ചെമ്പരത്തി. ഓക്കെ. സംഗീതമാരായിരുന്നു? ദേവരാജൻ മാസ്റ്റർ. രചന വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം. ഇന്നലെ മാർച്ച് 14 ആയിരുന്നു ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മ ദിനം. അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് ഈ ഗാനം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ സംഗീതമേഘം പരിപാടി ഇവിടെ സമ്പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതുവരേക്കും ഞാൻ ഷൈനി അബൂബക്കർ സൈനിങ് ഓഫ്.